അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ പാഠം 1 അൽ ഇഖ്ലാസ്. ഇഖ്ലാസിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ പാഠത്തിലുള്ള ഭാഗവും അതിനുശേഷമുള്ള തദ്രീബാത്തും കൂടി നോക്കാം. പാഠഭാഗത്തിൽ നിന്നാണ് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തദ്രീബാത്തും കൂടി അതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്. അൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്നാണ് ഇഖ്ലാസ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മുടെ സർവ പുണ്യകർമ്മങ്ങളും റബ്ബിൻ്റെ പ്രീതി ലക്ഷ്യമാക്കി മാത്രമായിരിക്കണം. നമ്മുടെ നിസ്കാരവും മറ്റും മാതാപിതാക്കളുടെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആകരുത്. അള്ളാഹു പറയുന്നു, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ നമ്മളോട് അള്ളാഹു ഇബാദത്തിന് കൽപ്പിക്കപ്പെട്ടത് ഇഖ്ലാസോടുകൂടി ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആകരുത്. നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആയിരിക്കരുത്. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറയുന്നു, അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത് 2ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത് 2ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന് ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ 3ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന് ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ 3ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാനായി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതൽ. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാനായി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതൽ. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ ഹിക്മത്തുകളുടെ അറിവുകളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ അമലുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. തദ്രീബാത്തിലെ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്.
ചോദ്യം 1, ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്ത്? റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ചോദ്യം 2, ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? ഉത്തരം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ചോദ്യം 3, സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താണ്? സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താണ്? ഉത്തരം, ദാരിദ്ര്യം വരാതിരിക്കുക. ദാരിദ്ര്യം വരാതിരിക്കുക. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സൂറത്തുൽ ഇഖ്ലാസ് നിത്യമാക്കേണ്ടത്. ചോദ്യം 4, ഹിക്മത്തിൻ്റെ അരുവികളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും ആർക്ക്? ഹിക്മത്തിൻ്റെ അരുവികളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും ആർക്ക്? ഉത്തരം, 40 ദിവസം ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ആശയം കണ്ടെത്താം എന്നുള്ളതാണ്. അഥവാ ഇവിടെ നൽകിയ വിഷയങ്ങളുടെ അർത്ഥം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ആയത്ത് നൽകിയിട്ടുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് നല്ലപോലെ പഠിക്കാനും അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ രണ്ടാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, അത്തഖ്വ. തഖ്വ എന്നതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗവും കൂടാതെ തദ്രീബാത്തും കൂടി നമുക്ക് നോക്കാം. നാം ജീവിതത്തിൽ പെരുന്നാൾ, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷ നിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. നമ്മുടെ ജീവിതത്തിൽ പെരുന്നാൾ, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷ നിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കുകയും വേണം. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടുന്ന വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കുകയും വേണം. അപ്പോൾ അള്ളാഹു നമുക്കൊപ്പമുണ്ടാകും. അള്ളാഹു അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകും.
അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാറ ഉസ്രി അബായിലാ. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാറ ഉസ്രി ഹബായിലാ. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഖുർആൻ പല സ്ഥലങ്ങളിലും തഖ്വയുടെ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ ഇവിടെ 8ഓളം ഗുണങ്ങൾ പറയുന്നുണ്ട്. 1. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. 2. അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3. പ്രയാസങ്ങൾ നീങ്ങൽ. 3. പ്രയാസങ്ങൾ നീങ്ങൽ. 4. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. 5. ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. 6. പാപമോചനം നേടൽ. പാപമോചനം നേടൽ. 7. നരകമോചനം നേടൽ. നരകമോചനം നേടൽ. 8. സ്വർഗപ്രവേശനം ലഭിക്കൽ. സ്വർഗപ്രവേശനം ലഭിക്കൽ. നാം പരമാവധി അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. നാം പരമാവധി അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഭാഗത്തിൽ 1ാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ്. ചോദ്യം 1. തഖ്വ എന്നാൽ എന്ത്? തഖ്വ എന്നാൽ എന്ത്? ഉത്തരം: അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ചോദ്യം 2. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആര്? അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആര്? ഉത്തരം: അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ചോദ്യം 3. തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. ഉത്തരം: തഖ്വ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ: 1. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ. 2. അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3. പ്രയാസങ്ങൾ നീങ്ങൽ. 4. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. 5. ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ.
6 പാപമോചനം നേടൽ. 7 നരകമോചനം നേടൽ. 8 സ്വർഗ പ്രവേശനം ലഭിക്കൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ചോദ്യം 2. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാർ സുശർരി ഹബായില. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞുപോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വ ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞുപോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വയുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? സന്തോഷവേളകളിൽ അള്ളാഹുവിനെ മറന്ന പ്രവൃത്തി ഉണ്ടാവാതിരിക്കൽ ഇത് തഖ്വയുടെ ഒരു ഭാഗമാണ്. സന്തോഷത്തിലും അള്ളാഹുവിനെ ഓർമ്മ വേണം എന്നുള്ള ഒരു പരിശോധനയാണ്, ആത്മപരിശോധനയാണ് ഇതിലൂടെ നാം നടത്തേണ്ടത്. സന്തോഷവേളകളിൽ അള്ളാഹുവിനെ മറന്ന പ്രവൃത്തി ഉണ്ടാവാതിരിക്കണം. ഇത് തഖ്വയുടെ ഒരു ഭാഗമായി കാണണം. സന്തോഷത്തിലും അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാകണം എന്നുള്ള ആത്മപരിശോധന നമ്മളിൽ ഉണ്ടാകണം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ്, പാഠം 3. വേഷത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വേഷം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സഹ്ലു ബിനു ഹൻലലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. സഹ്ലു ബിനു ഹൻലലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്. ഖുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്. എന്നാൽ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് കേട്ട സ്വഹാബികളിൽ ചിലർ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ വേഷവിധാനം. അത് മുടിയിലൂടെയാണെങ്കിലും വസ്ത്രത്തിലൂടെയാണെങ്കിലും നാം നബിക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റണം. നബിക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് നമ്മുടെ വേഷവിധാനമെങ്കിൽ നബിക്ക് അത് ഇഷ്ടമാകില്ല. നബിക്ക് ഇഷ്ടമാകാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാകാൻ അതൊരു കാരണമായി മാറും. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 1. വസ്ത്രം ഔറത്ത് മറയുന്നതാകണം. വസ്ത്രം ഔറത്ത് മറയുന്നതാകണം. 2. വൃത്തിയുള്ളതാവണം. വസ്ത്രങ്ങൾ വൃത്തിയുള്ളതാവണം. 3. ദുർമാർഗികളെ അനുകരിക്കരുത്. ദുർമാർഗികളെ നമ്മൾ അനുകരിക്കരുത്. അടുത്തത്
സ്ത്രീ തലമുടി കളയരുത്. സ്ത്രീകൾ തലമുടി കളയരുത്. പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്, അഥവാ ക്രോപ്പ് ചെയ്യരുത്. പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്, അതുപോലെ ക്രോപ്പ് ചെയ്യരുത്. അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാക്കുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. പുരുഷൻ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. അടുത്ത, പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1. ഖുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ 2 ശീലങ്ങൾ ഏവ? ഖുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ 2 ശീലങ്ങൾ ഏവ? ഉത്തരം: മുടി നീട്ടി വളർത്തുകയും ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം. മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം. ചോദ്യം 2. തൻ്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഖുറൈം റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റിയെടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റിയെടുക്കുകയും ചെയ്തു. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വേഷവിധാനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വേഷവിധാനം ഏതാണ്? ഉത്തരം: പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രയോഗിക്കാം. ജുമാക്ക് ധരിക്കാനായി എനിക്ക് ഒരു പ്രത്യേക വസ്ത്രമുണ്ടായിരിക്കും. ജുമാക്ക് ധരിക്കാനായി എനിക്കൊരു പ്രത്യേക വസ്ത്രമുണ്ടായിരിക്കും. ജുമുഅ പ്രധാന ദിവസമാണ്. മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ഒരു പ്രത്യേക വസ്ത്രമുണ്ടാവൽ സുന്നത്താണ്. അത് വെള്ള വസ്ത്രമായിരിക്കലാണ് ഏറ്റവും നല്ലത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അന്വേഷിക്കാം എന്നതാണ്. വെള്ള വസ്ത്രത്തിൻ്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളും. വെള്ള വസ്ത്രത്തിൻ്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളും. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം വെള്ള വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ള വസ്ത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഹദീസിൽ കാണാൻ കഴിയും. മരിച്ചാൽ കഫൻ ചെയ്യുന്നതും വെള്ള വസ്ത്രത്തിൽ തന്നെയാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രത്തിന് ഗുണങ്ങളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസുർ റാബിഉ, പാഠം 4 അരിദ്ദത്തു. റിദ്ദത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം, റിദ്ദത്ത് എന്നാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നോക്കാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. നാം മുസ്ലിംകളായി എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. ജീവിതകാലം മുഴുവൻ മുസ്ലിമായിരിക്കാനും മുസ്ലിമായി തന്നെ മരിക്കാനും നമുക്ക് സാധിക്കണം. അതിന് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹുകളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എല്ലാ സ്വാലിഹുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. റിദ്ദത്ത് സംഭവിച്ചയാളാണ് മുർത്തദ്. റിദ്ദത്ത് സംഭവിച്ചയാളാണ് മുർത്തദ്. കുഫറിൻ്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. കുഫറിൻ്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. മുർത്തദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. മുർത്തദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. അവൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. അവൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർ സ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും. അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, വ്യഭിചാരം, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങളെ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശർഈ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിൻ്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധഭാവത്തിലായാലും പരിഹാസ രൂപത്തിലായാലും വാശി കാരണമായാലും റിദ്ദത്ത് സംഭവിക്കും. മുർത്തദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. റിദ്ദത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തദ്രീബാത്തിലുള്ള ഭാഗം നമുക്ക് നോക്കാം. ചോദ്യം 1. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏത്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏത്? ഉത്തരം ഇസ്ലാം മാത്രം. ഇസ്ലാം മാത്രം. ചോദ്യം 2. റിദ്ദത്ത് എന്നാൽ എന്ത്? റിദ്ദത്ത് എന്നാൽ എന്ത്? ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ
പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. ചോദ്യം 3. റിദ്ദത്തിൻ്റെ കാരണങ്ങൾ ഏവ? ഉത്തരം: അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, വ്യഭിചാരം, മദ്യപാനം, ഇസ്ലാമിൽ ഹറാമായ ഈ കാര്യങ്ങളെ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശറായി ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിൻ്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിച്ച് ആശയം എഴുതുക. 1. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ്, പാഠം 5, അൽ ജിന്നു വശൈത്വാൻ. ജിന്നിനെക്കുറിച്ചും ഷൈത്വാനെക്കുറിച്ചും പറയുന്ന പാഠം. നമുക്കെന്താണ് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. എണ്ണിയാൽ തീരാത്ത സൃഷ്ടികൾ അള്ളാഹുവിനുണ്ട്. എണ്ണിയാൽ തീരാത്ത സൃഷ്ടികൾ അള്ളാഹുവിനുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന സൃഷ്ടികളെ മാത്രമാണോ അള്ളാഹു പടച്ചത്? നാം കാണാത്ത ധാരാളം സൃഷ്ടികളും നമുക്ക് ചുറ്റുമില്ലേ? കാറ്റ് നാം കാണുന്നില്ല, പക്ഷേ അതിൻ്റെ പ്രതിഫലനം നമ്മൾ അറിയുന്നു. ഉപകരണങ്ങളുടെ സഹായത്തോടെ കാണാൻ കഴിയുന്നതും ഉപകരണങ്ങളുടെ സഹായം ഉണ്ടെങ്കിലും കാണാൻ സാധിക്കാത്തതുമായ ധാരാളം സൃഷ്ടികളുണ്ട്. ജിന്നുകൾ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ്. മനുഷ്യരെ പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ജിന്നുകളെയും അവൻ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കും. അവർ ഭക്ഷണം കഴിക്കും. എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയും. എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയും. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യാറുണ്ട്. അവർ വിവാഹം ചെയ്യാറുണ്ട്.
അവർക്ക് സന്താനങ്ങളുണ്ടാകും. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അവർക്ക് നമ്മെ കാണാൻ കഴിയും. അവർക്ക് നമ്മെ കാണാൻ കഴിയും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. മനുഷ്യരെപ്പോലെ മത നിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. മനുഷ്യരെപ്പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അവരിൽ വിശ്വാസികളും അല്ലാത്തവരുമുണ്ട്. അവരിൽ വിശ്വാസികളും അല്ലാത്തവരും ഉണ്ട്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്താന്മാർ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്താന്മാർ അഥവാ പിശാചുക്കൾ. അവർ നമ്മെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തവനാണ് പിശാച്. മനുഷ്യനെ വഴി പിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തവനാണ് പിശാച്. അവരിലെ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും മനുഷ്യനോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്ന പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. നമുക്ക് തദ്രീബാത്തിലുള്ള ചില ഭാഗങ്ങൾ നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1. ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? ഉത്തരം തീ കൊണ്ടാണ്. ഉത്തരം തീ കൊണ്ടാണ്. ചോദ്യം 2. പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആര്? പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആര്? ഉത്തരം ഇബ്ലീസ്. ചോദ്യം 3. ആരാകുന്നു ഷൈത്വാന്മാർ? ആരാകുന്നു ഷൈത്വാന്മാർ? ഉത്തരം ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്വാന്മാർ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്വാന്മാർ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിച്ച് ആശയം എഴുതാം എന്നതാണ്. ചോദ്യം 1. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ചോദ്യം 2. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. ചോദ്യം 3. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം
അന്വേഷിക്കാം എന്നതാണ്. ഷൈത്താൻ എന്നു മുതലാണ് മനുഷ്യൻ്റെ ശത്രു ആയതെന്നും അതിന് പിന്നിലുള്ള ചരിത്രവും ഉസ്താദിനോട് അന്വേഷിച്ചു പഠിക്കാം. അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല എന്നതാണ് കാരണം. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് അഥവാ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ആദ്യത്തെ ഭാഗമാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. പക്ഷേ പിശാച് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്യാത്ത കാരണം അവൻ ശപിക്കപ്പെട്ടവരായി മാറി. അഥവാ ഒരു നന്മയും ചെയ്യാൻ സാധിക്കാത്ത, തിന്മകൾ മാത്രം ചെയ്യാൻ സാധിക്കുന്നവരായി മാറി. അതുകൊണ്ട് തന്നെ പിശാച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം, ശീലമാക്കാം പിശാചിനെ അകറ്റാം. നമുക്ക് ചില സന്ദർഭങ്ങളിൽ പിശാചിനെ അകറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ആയത്തുൽ കുർസി ഓതൽ പതിവാക്കും. ആയത്തുൽ കുർസി എല്ലാ രാത്രിയിലും ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുക. പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും അതേപോലെ തന്നെ കള്ളൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു വഴിയാണ്. ആയത്തുൽ കുർസി ഇങ്ങനെയാണ്: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസി. രണ്ടാമത്തത്, നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മി ചൊല്ലും. ഏതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ബിസ്മി ചൊല്ലണം? ബിസ്മി ചൊല്ലേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. പാനീയം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി ഏതൊക്കെ സാഹചര്യങ്ങളിൽ ചൊല്ലണമെന്ന് മനസ്സിലാക്കുക. ഇതല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും ബിസ്മി ചൊല്ലേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ബിസ്മി കൊണ്ടു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഞാൻ പ്രത്യേക ദിക്ർ ചൊല്ലും. എന്താണ് പറയേണ്ടത്? വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പുറത്തിറങ്ങിയാൽ പറയേണ്ടതാണ് ഗുഫറാനകൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫറാനകൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.